എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഒന്ന് കണ്ടു നോക്കണേ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. പെർഫെക്റ്റായിട്ട് സ്ലീവ് കട്ട് ചെയ്യാനാണ് ഇന്നൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആം റൗണ്ട് എടുത്തേക്കുന്നത് 16 പിന്നെ ക്യാപ്പ് ഹൈറ്റ് കണ്ടുപിടിക്കണം. ക്യാപ്പ് ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ആം റൗണ്ടിൻ്റെ പകുതി എടുക്കണം. അതായത് 16ൻ്റെ പകുതി 8, പിന്നെ അതിൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പോൾ 7. 7ൻ്റെ പകുതി 3.5, അതാണ് നമ്മുടെ ക്യാപ്പ് ഹൈറ്റ്. അപ്പോൾ ക്യാപ്പ് ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെയ്യേണ്ടത് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 12 12ൻ്റെ കൂടെ 1.5 കൂടെ ആഡ് ചെയ്യണം. അതായത് 1 ഇഞ്ച് മടക്കി അടിക്കാനും 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും. പിന്നെ വേണ്ടത് സ്ലീവ് റൗണ്ടാണ്, അത് 12. നമ്മൾ സീം അലവൻസ് നമ്മൾ തയ്ക്കുന്ന ഡ്രസ്സിൽ എത്രയാണോ കൊടുത്തിരിക്കുന്നത് അത് തന്നെ ഇതിനും കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ 1.5 നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കറക്റ്റ് അളവിൽ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ലെങ്ത്തിൻ്റെ ഭാഗത്തുനിന്ന് താഴേക്ക് ക്യാപ്പ് ഹൈറ്റ് 3.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കണം. അതിന് ശേഷം ആ ലൈനിൻ്റെ ലെങ്ത്ത് 7 ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. ഈ 7 എന്ന് പറയുന്നത് നമ്മുടെ ആം റൗണ്ടിൻ്റെ പകുതി -1 അപ്പോൾ ഇവിടെ ആം റൗണ്ട് 16 ആയിരുന്നു. 8ൻ്റെ ആം റൗണ്ടിൻ്റെ പകുതി 8 വരും. അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 7. ആ 7 അവിടെ മാർക്ക് ചെയ്യുന്നത്. അതിന് ശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ 7 മാർക്ക് ചെയ്തതിനകത്തേക്ക് നമ്മൾ ടോപ്പ് ഭാഗത്തുനിന്ന്, അതായത് നമ്മുടെ റൗണ്ടിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ നിന്ന് താഴത്തോട്ട് വരയ്ക്കണം. അതിന് ശേഷം നമ്മൾ ഈ 7ൻ്റെ പകുതി 3.5 കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ഭാഗത്തുനിന്ന് മുകളിലോട്ട് പൊക്കത്തോട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കണം. അത് ആ ഡയഗണലിൽ ടച്ച് ചെയ്ത് മുകളിലേക്ക് ആണ് വരയ്ക്കുന്നത്. അതിന് ശേഷം ആ മോളിൽ നിന്ന് ഡയഗണലായിട്ട് കിടക്കുന്ന ആ പോയിൻ്റ് വരെയുള്ളത് എടുത്തിട്ട് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യണം. കാണാമല്ലോ അല്ലേ? അത് കഴിയുമ്പോൾ താഴെയും അതുപോലെ തന്നെ പകുതി മാർക്ക് ചെയ്യണം. ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോളിൽ അവിടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. സ്ലീവിൻ്റെ തുടക്ക ഭാഗത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞ് വന്നേക്കുന്ന ഒരു പോയിൻ്റില്ലേ, ആ പോയിൻ്റിൽ നിന്ന് ഒരു 1/2 മുതൽ 3/4 ഇഞ്ച് വരെ, മാക്സിമം 3/4 ഇഞ്ച് വരെ വേണമെന്നില്ല. 1/2 കഴിഞ്ഞിട്ട് ഒരു 1-2 പോയിൻറ്റിൻ്റെ അടുത്തിട്ടാൽ മതി. എന്നിട്ട് നടുക്കത്തെ ഒരു പോയിൻ്റുള്ള താഴെ ഭാഗത്തായിട്ട് വന്നേക്കുന്ന ആ പോയിൻറ്റിനകത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് മേപ്പോട്ടും കൂടെ വരയ്ക്കണം. മാർക്ക് ചെയ്ത് കഴിയുമ്പം ഒരു കർവ് വരയ്ക്കാനുള്ള ഒരു പോർഷനാണത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോൾ റൗണ്ട് ഉണ്ടല്ലോ, ഫ്രഞ്ച് കർവ് എടുത്തിട്ട് അവിടെ വരച്ച് കൊടുക്കുക. ഇങ്ങനെ തിരിച്ച് വെച്ച് വരയ്ക്കണേ. അതിന് ശേഷം താഴെ ഭാഗം കൂട്ടി യോജിപ്പിക്കണമല്ലോ. അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ആ താഴെ വരച്ചേക്കുന്ന ആ പോയിൻ്റില്ലേ, അവിടെ നിന്ന് താഴത്തോട്ട് ഒരു 1/2 ഇഞ്ച് താഴത്തോട്ട് വരയ്ക്കുക. 1/2 എന്ന് പറയുന്നത് മാക്സിമം ആണ് കേട്ടോ, 1/4 ഇഞ്ച് വരച്ചാലും മതി. അതിന് ശേഷം ഇങ്ങനെ യോജിപ്പിച്ച് അങ്ങോട്ട് വയ്ക്കുക. ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ ഷാർപ്പ് എഡ്ജ് പോലെ വരുവാണെങ്കിൽ അതൊന്ന് ഉരുട്ടി കൊടുക്കണേ. കാരണം അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് അത് ഉരുട്ടി അങ്ങ് കട്ട് ചെയ്താൽ മതി. ഷാർപ്പായിട്ട് നമ്മൾ നിൽക്കരുത് അവിടെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് സ്ലീവിൻ്റെ റൗണ്ട് നമ്മൾ താഴത്തേക്ക് വരച്ചിട്ടില്ല, അതും കൂടെ വരച്ച് യോജിപ്പിക്കണം. അതായത് സീം അലവൻസും കറക്റ്റ് മെഷർമെൻറ്റും കൂടി കട്ട് ചെയ്യേണ്ട ഭാഗവും കൂടെ ചേർത്ത് വരച്ച് കൊടുക്കണേ. അതിനിപ്പം ഞാനിവിടെ ഒരു കർവ്ഡ് സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ലോങ് സ്ലീവൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സ്കെയിലുണ്ടെങ്കിൽ, അതായത് ലൂസല്ലാത്ത തരം, ഒത്തിരി ലൂസല്ലാത്ത ടൈപ്പാണെങ്കിൽ ഇങ്ങനത്തെ സ്കെയിൽ ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് ഫിറ്റിൽ കിട്ടും. ഇനി ഇപ്പം നമ്മൾ വരച്ചത് ബാക്കാണ്. ഇനി സ്ലീവിൻ്റെ ഫ്രണ്ട് കുഴിച്ച് വെട്ടണമല്ലോ. അതിനായിട്ട് നമ്മൾ എത്രയാണോ ഫ്രണ്ടിൽ കുഴിച്ചെടുത്തിരിക്കുന്നത്, അതായത് ചിലർ 1/2 ഇഞ്ചായിരിക്കും, ചിലർക്ക് 3/4 ഇഞ്ചായിരിക്കും. അതായത് നമ്മുടെ ആം റൗണ്ടിൻ്റെ പകുതിക്ക് വെച്ചിട്ട്, ഫ്രണ്ടിലത്തെ ആം റൗണ്ടിൻ്റെ പകുതിക്ക് വെച്ചിട്ട് നമ്മൾ കുഴിച്ച് വരയ്ക്കുന്നത്. അതിനാണ് നമ്മളവിടെ യോജിപ്പിച്ച് കൊടുക്കേണ്ടത്. അതങ്ങനെ മാർക്ക് ചെയ്തിട്ട് മുകളിൽ നിന്ന് അത് താഴത്തേക്ക് അത് യോജിപ്പിക്കുക, അവിടെ നിന്ന് താഴത്തോട്ട് വീണ്ടും യോജിപ്പിക്കുക. ഇങ്ങനെ യോജിപ്പിച്ച് കഴിയുമ്പം കറക്റ്റായിട്ട് നമുക്കൊരു
കയറുടെ ഷേപ്പിൽ തന്നെ അത് വരും. എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പേപ്പർ കട്ട് ചെയ്യാനായിട്ട് സാധാരണ നമ്മുടെ കത്രികയാണ് യൂസ് ചെയ്യണത്. തുണി വെട്ടുന്ന കത്രിക സാധാരണ എടുക്കാറില്ല, കാരണം അതിൻ്റെ മൂർച്ച പോകും. ക്യാൻവാസ് കട്ട് ചെയ്യാൻ പോലും അത് എടുക്കരുത്, തുണി മാത്രമേ അത് വെച്ച് കട്ട് ചെയ്യാവുള്ളൂ. അതിന് ശേഷം നമ്മൾ നിവർത്തിയിട്ടിട്ട് ഫ്രണ്ട് കുഴിച്ച് വെട്ടാനായിട്ട് ആ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാധനം അതിൽ കൂടെ തന്നെ വരച്ച് വെട്ടുക. അപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് എസ് ഷേപ്പ് കിട്ടും. ഈ പെർഫെക്റ്റ് എസ് എന്ന് ഞാൻ എടുത്തു പറയണത് എന്താണെന്നറിയാം, മീഷോയിൽ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പം ഈ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് തപ്പിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് കണ്ടതാണ് ഒരു എസ് ഷേപ്പിലെ സാധനം. അത് നമുക്ക് സ്ലീവ് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യാനുള്ള സാധനമാണ്. ഇനി ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരെണ്ണം മേടിച്ച് വെച്ചാലും മതി. ഈ സംഭവം വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ എസ് ഷേപ്പിൽ കട്ട് ചെയ്ത് വിടാം. നന്നായിട്ട് വരുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ട്രൈ ചെയ്യുക, എന്തായാലും ശരിയാകും. താങ്ക് യു.